നമസ്കാരം. മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. കടത്തിന്റെ പേരിൽ ഇനി ജീവൻ കളയേണ്ടതില്ല. ബാങ്കുകളുടെ ജപ്തി ഭീഷണിക്ക് വിലക്കിട്ട് പുതിയ നിയമം. ബാങ്ക് ബാധ്യതകളുടെ പേരിൽ ആത്മഹത്യ പെരുകുന്ന കേരളത്തിന് ഇത് ആശ്വാസകാലം. ബാങ്കിൽ നിന്നും ജീവിത മാർഗത്തിനോ മറ്റെന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനോ വായ്പയെടുത്ത് ജീവിത പ്രതിസന്ധികൾ മൂലം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ജപ്തി ഭീഷണിയുമായി ഓടിയെത്തുന്ന ബാങ്ക് മേധാവികൾക്ക് ഇനി ഇത്തരം ബ്ലേഡ് കമ്പനി ഇടപാട് നടക്കില്ല. സംസ്ഥാനത്ത് നിലനിന്നിരുന്ന നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നു. ജപ്തി നടപടികളിൽ മേൽ സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന നിയമം സംബന്ധിച്ച ബില്ല് ഗവർണർ ഒപ്പുവെച്ചു. ഗവർണർ ഒപ്പുവെച്ചതോടുകൂടി കേരളത്തിൽ തൽക്കാലം ജപ്തി നടപടികൾ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥിതി ഉണ്ടാകും. കടബാധ്യതകൾ, പലിശയും കൂട്ടുപലിശയും പിഴപ്പലിശയും കൊമിഞ്ഞുകൂടി ബാങ്കിന്റെ ജപ്തി ഭീഷണിയുടെ കടലാസുകൾ കയ്യിൽ കിട്ടുമ്പോൾ മക്കളെയും കുടുംബത്തെയും മറന്ന് ആത്മഹത്യയിൽ പരിഹാരം കണ്ടെത്തുന്ന മലയാളികളുടെ സ്വഭാവത്തിന് ഇനി വിരാമമുണ്ടാകും. ബാങ്കിന്റെ ജപ്തി നടപടികൾ നിയന്ത്രിക്കുന്നതിന് അധികാരം നൽകുന്ന ബില്ലിൽ ഒപ്പുവെച്ച സംസ്ഥാന ഗവർണർ പറഞ്ഞ വാക്കുകൾ പ്രാധാന്യമുള്ളതാണ്. ഈ നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിൽ വരുത്തണം. പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ബാങ്ക് മേധാവികളുടെ മനുഷ്യത്വരഹിതമായ നടപടികൾ തടയുന്നതിനുള്ള പുതിയ നിയമം സ്വാഗതാർഹമാണെന്നാണ് ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടത്. വായ്പ എടുക്കുന്ന ആൾ 3 തവണകളിൽ കൂടുതൽ കുടിശ്ശിക വരുത്തിയാൽ ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടക്കുന്ന നിയമമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. നിലവിൽ വന്നിരിക്കുന്ന പുതിയ നിയമ ഭേദഗതിയിലൂടെ 20 ലക്ഷം വരെ വായ്പ കുടിശ്ശിക വിഷയങ്ങളിൽ ഇടപെടുവാനും വായ്പക്കാരന് അനുകൂലമായ സഹായ നടപടികൾക്ക് ഉത്തരവിടാനും സർക്കാരിന് അധികാരം ലഭിക്കും. വായ്പ കുടിശ്ശിക ജപ്തി നടപടികളിലെത്തുന്ന കേസുകളിൽ 25,000 രൂപ വരെയുള്ള ഇടപാടുകളിൽ തഹസിൽദാർമാർക്കും 1 ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ കളക്ടർമാർക്കും 5 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് റവന്യൂ വകുപ്പ് മന്ത്രിക്കും 10 ലക്ഷം രൂപയുടെ വായ്പ കുടിശ്ശിക വിഷയത്തിൽ ധനകാര്യമന്ത്രിക്കും 20 ലക്ഷം രൂപയുടെ വായ്പ കുടിശ്ശിക നടപടികളിൽ മുഖ്യമന്ത്രിക്കും ഇടപെടുവാനും സാവകാശം അനുവദിക്കുവാനും അധികാരമുണ്ടായിരിക്കും. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ, ദേശസാൽകൃത ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തുടങ്ങിയ എല്ലാ ബാങ്കുകളും ഈ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങളിൽ ഉൾപ്പെടും. ഇതൊക്കെയാണെങ്കിലും ബാങ്കുകളുടെ കുടിശ്ശിക ഈടാക്കിയെടുക്കുന്നതിനുള്ള സർഫാസി നിയമപ്രകാരമുള്ള കേസുകളിൽ ഇടപെടാൻ ഈ നിയമത്തിന്റെ സഹായം വഴി കഴിയുകയില്ല. വായ്പാ കുടിശ്ശികയുടെ പേരിലുണ്ടാകുന്ന റവന്യൂ റിക്കവറി നടപടികൾ നിർത്തിവെക്കുവാനും വായ്പാ തുക തിരിച്ചടയ്ക്കുന്നതിന് തവണകൾ അനുവദിക്കുവാനും പുതിയ നിയമപ്രകാരം സർക്കാർ സംവിധാനങ്ങൾക്ക് അധികാരം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ 12% പലിശ വരെ ഈടാക്കുന്ന ബാങ്ക് നടപടികളിൽ വെട്ടിക്കുറവ് വരുത്തി 9% മാറ്റുന്നതിനും സർക്കാരിന് അധികാരം നൽകുന്നുണ്ട്. ബാങ്കുകൾ ജപ്തി നടപടിയിലേക്ക് എത്തുമ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടർമാരും അത് തടഞ്ഞ് ഉത്തരവിറക്കിയിരുന്നു. ഈ ഉത്തരവുകൾ ചോദ്യം ചെയ്തുകൊണ്ട് ചില ബാങ്കുകൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഇത്തരത്തിൽ നടപടികൾ തടയുവാൻ മന്ത്രിമാർക്കും മറ്റും അധികാരം ഇല്ല എന്ന് ആവശ്യമെങ്കിൽ ഇതിന് ഉതകുന്ന പുതിയ നിയമം സർക്കാർ നിർമ്മിക്കണം എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിലവിലെ നിയമം ഭേദഗതി ചെയ്യുന്നതിന് സർക്കാർ മുന്നോട്ട് വന്നത്. ഇത് മാത്രമല്ല, പുതിയ നിയമ ഭേദഗതിയിലെ വ്യവസ്ഥകൾ പ്രകാരം ബാങ്ക് വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയ ബാധ്യതക്കാരന്റെ താമസ ഭവനം 1000 ചതുരശ്ര അടിക്ക് താഴെയാണെങ്കിൽ ആ ബാധ്യതക്കാരനെ വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ ബാങ്കുകൾക്ക് നിയമപരമായി കഴിയില്ല എന്നുള്ള പുതിയ ആനുകൂല്യവും ലഭ്യമാകുന്നുണ്ട്. എന്ത് തരത്തിലുള്ള കടുത്ത വ്യവസ്ഥകളുണ്ടെങ്കിലും എത്ര വലിയ പലിശയായിരുന്നാലും അതൊന്നും ഗൗരവമായി കണക്കാക്കാതെ വായ്പകൾക്ക് പിറകെ പോയി കാര്യസാധ്യം നടത്തുന്ന ശീലം മലയാളികളുടെ മാത്രം പ്രത്യേകതകളാണ്. പുറത്തു വന്നിട്ടുള്ള ചില സാമ്പത്തിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഒരാൾ ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ 40% തുക വായ്പ തിരിച്ചടവിനും പലിശ നൽകുന്നതിനും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ആഡംബരക്രമങ്ങളും ജീവിത സൗകര്യത്തിലെ വലിയ മോഹങ്ങളും എല്ലാ കാലത്തും ആളുകളെ വായ്പക്കാരനാക്കി മാറ്റാറുണ്ട്. ഒടുവിൽ കുടിശ്ശികയും ജപ്തി നടപടിയും മുന്നിലെത്തി കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് കുടുംബം ഒന്നടങ്കം ആത്മഹത്യയിലേക്ക് കടക്കുന്ന അനുഭവങ്ങളും കേരളത്തിൽ പതിവായി കാണാറുള്ളത്. ഏതായാലും സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമ ഭേദഗതി വഴി ബാങ്ക് മേധാവികളുടെ തോന്നുംപടിയുള്ള നിയമ നടപടികളും ജപ്തി ഭീഷണികളും അതുവഴി ആത്മഹത്യകളും കുറയും എന്ന് നമുക്ക് ആശ്വസിക്കാം. നന്ദി, നമസ്കാരം.